നോക്കി തട്ടിമുട്ടി ജീവിതം പാഴാക്കല്ലേ പ്രിയ കൂട്ടരേ. കളിമുറ്റം 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 കളിമുറ്റം. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ? നിങ്ങളുടെ കൂട്ടുകാരൊക്കെ എന്ത് പറയുന്നു? അവരോടൊക്കെ കളിമുറ്റം കാണാൻ പറയണേ. എങ്കിൽ നമുക്ക് ആദ്യത്തെ സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറാണോ? അതിനു മുൻപേ നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാലോ? ആമയുടെ പേരെന്താ? ജെയ്നീസ സിനോജ്. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? പോട്ട. മീനിന്റെ പേരെന്താ? സെറൻമേജോ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളഞ്ചിറക്കാട്ടിന്ന്. കീരിക്കുട്ടന്റെയോ? ഡാനിയൽ സണ്ണി. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളാഞ്ചിറ. തത്തമ്മയുടെ പേരെന്താ? മെറിൻ മേജോ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളാഞ്ചിറ. എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറല്ലേ? നമുക്കിന്ന് യേശു പറഞ്ഞ ഒരു ഉപമയെ പറ്റി കേട്ടാലോ? ഒരിക്കൽ യേശുവിന് ചുറ്റും കൂടിയിരിക്കുന്ന ജനങ്ങളോട് യേശു ദൈവരാജ്യത്തെപ്പറ്റി പ്രസംഗിക്കുകയായിരുന്നു. തന്റെ ചുറ്റും കൂടിയിരുന്ന ആളുകളിൽ കൂടുതൽ ആളുകളും കൃഷിക്കാരായിരുന്നു. അപ്പോൾ അവരോട് ദൈവരാജ്യത്തെപ്പറ്റി പ്രസംഗിച്ചപ്പോൾ അതിലൊരാൾ യേശുവിനോട് ചോദിച്ചു, ദൈവരാജ്യം എങ്ങനെയിരിക്കും? അപ്പോൾ യേശു അവരോട് പറഞ്ഞു, ദൈവരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധി പോലെയാണ്. ആ നിധി നാം ഓരോരുത്തരും കണ്ടെത്തണം. നമ്മുടെ ഹൃദയമാണ് ആ വയൽ. ആ ഹൃദയത്തിനുള്ളിൽ നിധി ഉണ്ടായിരിക്കും. ആ നിധി നാം ഓരോരുത്തരും കണ്ടെത്തണം. ആ നിധി നാം ജനിക്കുന്നതിന് മുൻപേ ദൈവം നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. പിന്നീട് ആളുകൾക്ക് കൂടുതൽ മനസ്സിലാകുന്നതിനായി യേശു ഒരു ഉപമയും അവരോട് പറഞ്ഞു. ആ ഉപമ ഇതായിരുന്നു. ഒരിടത്ത് ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. ആ കൃഷിക്കാരൻ വളരെ അധ്വാനിയായിരുന്നു. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും തൻ്റെ വയലിൽ കൃഷിപ്പണിക്കായി പോവുകയും അതിൽ നിന്ന് സമ്പാദിക്കുകയും അതുപോലെ ആ സമ്പാദ്യത്തിൽ നിന്ന് അദ്ദേഹം സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തിരുന്നു. ആ കൃഷിക്കാരന് 4 മടിയന്മാരായ ആൺമക്കൾ ഉണ്ടായിരുന്നു. അവർ വൻ മടിയന്മാരായിരുന്നു. ഒരു ജോലിയും ചെയ്യുകയില്ല. പിതാവിനെ ഒരിറ്റുപോലും സഹായിക്കുകയുമില്ല. പിതാവ് ഉണ്ടാക്കുന്നതിൽ നിന്നും സുഖമായി ജീവിക്കാമെന്നായിരുന്നു ആ 4 മടിയന്മാരുടെയും ആശ. അങ്ങനെയിരിക്കെ ഒരു നാൾ ഈ കൃഷിക്കാരന് വയ്യാതാവുകയും മരണം അടുത്തെത്തുകയും ചെയ്തു. അപ്പോൾ കൃഷിക്കാരന് വല്ലാത്ത പേടിയായി. താൻ മരിച്ചു കഴിയുമ്പം തൻ്റെ മക്കൾ എന്ത് ചെയ്യും? അവർ സമ്പാദിക്കുന്നൊന്നുമില്ല. അപ്പോൾ അവരെങ്ങനെയാണ് തൻ്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുക എന്ന് പിതാവിന് വലിയ ആശങ്കയായി. അപ്പോൾ അവർക്ക് ഒരു പാഠം പഠിപ്പിക്കാമെന്ന് കരുതി പിതാവ് അവരോട് ഒരു കഥ പറയുവാൻ തീരുമാനിച്ചു. അങ്ങനെ ആ മരണക്കിടക്കയിൽ കടന്ന പിതാവ് തൻ്റെ 4 മക്കളെയും അടുത്തു വിളിച്ച് ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ മടിയന്മാരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞാൻ മരിച്ചാലും കഷ്ടപ്പെടുകയില്ലെന്നും അറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കായി ഇനി നിങ്ങളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതിനായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ മടിയന്മാരായ 4 മക്കൾക്കും വളരെയധികം സന്തോഷമായി. അവർ പിതാവിനോട് ചോദിച്ചു, എന്താണ് അങ്ങ് സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്? എവിടെയാണ് അങ്ങ് സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്? അപ്പോൾ പിതാവ് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് വയലിലുണ്ട്. പക്ഷേ ഈ വയലിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിധി സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ആരോടും പറയുവാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നിധി നഷ്ടമാകും. ഇത്രയും പറഞ്ഞതും പിതാവ് മരണമടഞ്ഞു. ആ നിധി വയലിൽ എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് മക്കൾക്ക് അറിയുവാൻ സാധിച്ചില്ല. അങ്ങനെ പിതാവിൻ്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ആ 4 മക്കളും വയലിലേക്ക് പോയി. രാവും പകലും എല്ലാം അവർ ആ വയലിൽ തന്നെ കഠിനാധ്വാനം ചെയ്തു. എന്തിനായിരിക്കും? അവർക്ക് ആ നിധി എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയണം, അല്ലേ? ഒരിക്കലും ഇല്ലാത്തതുപോലെ ഈ 4 മക്കളും വയലിൽ പണിയുന്നത് കണ്ട് അവിടെയുള്ള ആളുകളെല്ലാം അവരോട് ചോദിക്കുവാൻ തുടങ്ങി, പിതാവ് ജീവിച്ചിരുന്ന സമയത്ത് നിങ്ങൾ ഈ വയലിലേക്ക് വരുന്നത് ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല. ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടുന്നത്? പക്ഷേ അവരാരും എന്തിനാണ് തങ്ങൾ ഇങ്ങനെ കടന്ന് വയലിൽ പണിയുന്നതെന്ന് അവരോട് പറയുവാൻ പോയില്ല. എന്തുകൊണ്ടാണ്? ഈ കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ തങ്ങൾക്ക് നിധി നഷ്ടമാകുമെന്ന് അവർക്കറിയാമായിരുന്നു, അല്ലേ? അതുകൊണ്ട് അവർ ആരോടും ഇങ്ങനെയൊരു നിധി ഈ വയലിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞില്ല. അവർ അങ്ങനെ ആ വയൽ മുഴുവൻ
കിളച്ചു. പക്ഷെ എന്നിട്ടും അവർക്ക് ആ നിധി കിട്ടിയില്ല. അപ്പോഴേക്കും അവരുടെ മടിയെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സഹോദരന്മാരിൽ ഒരുവൻ എല്ലാവരോടുമായി പറഞ്ഞു, ഏതായാലും നമുക്ക് നിധിയൊന്നും കിട്ടിയില്ല, എങ്കിൽ പിന്നെ ഈ കിളച്ച മണ്ണിൽ നമുക്ക് വിത്തുപാകാം. അങ്ങനെ അവരെല്ലാവരും കൂടി ആ കിളച്ച മണ്ണിൽ വിത്തുപാകി. ആ വിത്ത് വളർന്ന് വിളവെടുക്കാറായപ്പോൾ അവർക്ക് 100 മേനി ഫലവും ആ വിളവിൽ നിന്ന് ലഭിച്ചു. അങ്ങനെ അവരുടെ മടിയും മാറി. അതുപോലെ തന്നെ അവർക്ക് ആ വയലിൽ നിന്ന് 100 മേനി ഫലവും കിട്ടി. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ഈ കഥയിൽ നിന്നും എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? അതെ, പരിശ്രമിച്ചാൽ നമുക്ക് വിജയം ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഓരോ കാര്യവും നാം കണ്ടെത്തുവാനും ശ്രമിക്കണം. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും കാട്ടിലെ കൂട്ടുകാരെ ഇഷ്ടമായോ? എന്തൊരു നല്ല കഥയായിരുന്നു പുള്ളിമാൻ പറഞ്ഞത്. പുള്ളിമാൻ പറഞ്ഞ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായില്ലേ? എങ്കിൽ കൂട്ടുകാരെ, നമുക്ക് വിശുദ്ധന്റെ വചനം കേട്ടാലോ? ഞാൻ എന്റെ ദൈവവിളിയെ യഥാവിധി അനുവർത്തിക്കാതിരുന്നാൽ ദൈവത്തിന്റെ നീതി എനിക്കെതിരായി വരും. വിശുദ്ധ ജോൺ ബ്രിട്ടോ. കൂട്ടുകാരെ, അടുത്ത സെഗ്മെന്റ് എന്തായിരിക്കും? നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാമോ? എനിക്കറിഞ്ഞുകൂടാ. നമുക്കെന്നൊന്ന് നോക്കിയാലോ? കണ്ണിലെ ഇളവേലൽ, കാറ്റിന്റെ നെഞ്ചിലെ താരാട്ടു, മഴനൂലിലൂഞ്ഞാലു തീർക്കുന്നതും നീ, തെളിനീരിൽ ചിത്രം വരയ്ക്കുന്നതും നീ. പൂവിന്റെ കണ്ണിലെ ഇളവേലൽ നീ, കാറ്റിന്റെ നെഞ്ചിലെ താരാട്ടു നീ, മഴനൂലിലൂഞ്ഞാലു തീർക്കുന്നതും നീ, തെളിനീരിൽ ചിത്രം വരയ്ക്കുന്നതും നീ. ദൈവമേ, നിന്നെ ഞാനറിയുന്നുവെന്നും, എന്റെ കണ്ണും എന്റെ കാഴ്ചയും നീ. ദൈവമേ, നിന്നെ ഞാനറിയുന്നുവെന്നും, എന്റെ കണ്ണും എന്റെ കാഴ്ചയും നീ. ചെറുമരച്ചില്ലയിൽ നിന്റെ സ്നേഹം തളിരിലപ്പൂവായി ചിരിച്ചു നിൽക്കൂ. ചെറുമരച്ചില്ലയിൽ നിന്റെ സ്നേഹം തളിരിലപ്പൂവായി ചിരിച്ചു നിൽക്കൂ. നിൻ കവിത പോലെ എന്റെ മുന്നിലിന്ന് പുഴയാർദ്ര ഭാവമാർന്നൊഴുകിടുന്നു. നിൻ കവിത പോലെ എന്റെ മുന്നിലിന്ന് പുഴയാർദ്ര ഭാവമാർന്നൊഴുകിടുന്നു. നറുനിലാവോ നിന്റെ പ്രണയക്കുറിപ്പ് പോൽ രാവിന്റെ മാറിലടന്നു വീണു. പൂവിന്റെ കണ്ണിലെ ഇളവേലല്ലി, കാറ്റിന്റെ നെഞ്ചിലെ താരാട്ടുവി, മഴനൂലിലൂഞ്ഞാലു തീർക്കുന്നതും നീ, തെളിനീരിൽ ചിത്രം വരയ്ക്കുന്നതും നീ. ദൈവമേ, നിന്നെ ഞാനറിയുന്നുവെന്നും, എന്റെ കണ്ണും എന്റെ കാഴ്ചയും നീ. ദൈവമേ, നിന്നെ ഞാനറിയുന്നുവെന്നും, എന്റെ കണ്ണും എന്റെ കാഴ്ചയും നീ.
കുരുവികൾ വന്നു പാടി ചെറുകരച്ചില്ലയിൽ കൂടുകൂട്ടി ചിലുചിലെ കുരുവികൾ വന്നു പാടി ചെറുകരച്ചില്ലയിൽ കൂടുകൂട്ടി ആ കുരുവികൾക്കിളം ചൂടു നൽകാൻ അരിവോടെ താരങ്ങൾ അരികിൽ വന്നു. ആ കുരുവികൾക്കിളം ചൂടു നൽകാൻ അലിവോടെ താരങ്ങൾ അരികിൽ വന്നു. തിരുവിലാവിൽ നിന്നു പ്രണയ നീർത്തുള്ളികൾ പൂവിന്റെ മാറിൽ തുളുമ്പി വീണു. പൂവിന്റെ കണ്ണിലെ ഇളവേലല്ലി കാറ്റിന്റെ നെഞ്ചിലെ താരാട്ടുനി മഴനൂലിലൂഞ്ഞാലു തീർക്കുന്നതും നീ തെളിനീരിൽ ചിത്രം വരയ്ക്കുന്നതും നീ. ദൈവമേ നിന്നെ ഞാനറിയുന്നുവെന്നും എന്റെ കണ്ണും എന്റെ കാഴ്ചയും നീ. ദൈവമേ നിന്നെ ഞാനറിയുന്നുവെന്നും എന്റെ കണ്ണും എന്റെ കാഴ്ചയും നീ. കൂട്ടുകാരെ, നമ്മുടെ കൊച്ചു കൂട്ടുകാരി കളിച്ച ഡാൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇതുപോലെ നിങ്ങൾക്കും ഡാൻസ് കളിക്കാൻ അറിയാമെങ്കിൽ തീർച്ചയായും കളിമുറ്റത്തിൽ പങ്കെടുക്കാം. കൂട്ടുകാരെ, എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? കർത്താവേ, എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. അങ്ങാണ് എന്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും. എന്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എന്റെ പരിചയം രക്ഷാസിംഹവും അഭയകേന്ദ്രവും. സ്തുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അവിടുന്ന് എന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും. മരണപാശം എന്നെ ചുറ്റി, വിനാശത്തിന്റെ പ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചു. പാതാളപാശം എന്നെ വരിഞ്ഞു മുറുക്കി. മരണത്തിന്റെ കുരുക്ക് എന്റെ മേൽ ഇതാ വീഴുന്നു. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എന്റെ ദൈവത്തോടു ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തന്റെ ആലയത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. എന്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. കർത്താവിന്റെ കോപത്തിൽ ഭൂമി ഞെട്ടിവിറച്ചു. മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി. അവിടുത്തെ നാസികയിൽ നിന്ന് ധൂപപടലമുയർന്നു. വായിൽ നിന്ന് സംഹാരാഗ്നി പുറപ്പെട്ടു. കനലുകൾ കത്തിജ്വലിച്ചു. അവിടുത്തെ നാസികയിൽ നിന്ന് ധൂപപടലമുയർന്നു. വായിൽ നിന്ന് സംഹാരാഗ്നി പുറപ്പെട്ടു. കനലുകൾ കത്തിജ്വലിച്ചു. ആകാശം ചായിച്ച് അവിടുന്ന് ഇറങ്ങി വന്നു. കൂരിരുട്ടിന്മേൽ അവിടുന്ന് പാദം ഉറപ്പിച്ചു. കൂട്ടുകാരെ, ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൊച്ചു കൂട്ടുകാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നമുക്ക് അവരെ വിഷും ചെയ്താലോ?
നമുക്കെന്നാ ഒരു ബൈബിൾ വചനം കാണാണ്ട് പഠിച്ചാലോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ജോഷുവ 1:9. കൂട്ടുകാരെ, നമ്മുടെ കൊച്ചു കുസൃതി കൊടുക്ക നമ്മളെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്ക. നമുക്ക് അവളെ കണ്ടിട്ട് വന്നാലോ? മാലാഖേ. ഹായ് അന്നമോളെ. ഹായ് മാലാഖേ. അന്നമോൾ എന്താ ഇവിടെ? പപ്പയുടെയും മമ്മിയുടെയും കൂടെ ടൂർ വന്നതാ മാലാഖേ. ആഹാ, എന്നിട്ട് അവർ എവിടെ? അവരപ്പുറത്തുണ്ട്. മാലാഖയോട് ഒരു സംശയം ചോദിക്കാൻ ഓടി വന്നതാ ഞാൻ. എങ്കിൽ അന്നമോള് വേഗം ചോദിച്ചോ. ഈ വാസ്കോഡ് ഗാമയെ കൂടാതെ പണ്ട് കേരളത്തിൽ ഒത്തിരി സഞ്ചാരികൾ എത്തിയിരുന്നോ മാലാഖേ? തീർച്ചയായും അന്നമോളെ. അവരാരൊക്കെയാ മാലാഖേ? പ്രധാനപ്പെട്ട സഞ്ചാരികളായിരുന്നു അറബ് സഞ്ചാരി ആയിരുന്ന സുലൈമാൻ, മൊറോക്കക്കാരനായ ഇബ്നു ബത്തൂത്ത, വാസ്കോഡ ഗാമയുടെ പിൻഗാമി ആയി കേരളത്തിലെത്തിയ പോർച്ചുഗീസുകാരൻ പെഡ്രോ അൽവാരസ് കബ്രാൾ, ബ്രിട്ടീഷുകാരനായ റാൽഫ് ഫിച്ച് എന്നിവരാണ് കേരളത്തിലെത്തിയ പ്രധാനപ്പെട്ട സഞ്ചാരികളിൽ ചിലർ. കേരളത്തെക്കുറിച്ച് വിശദമായി രേഖപ്പെടുത്തിയ ആദ്യത്തെ അറബ് സഞ്ചാരിയായിരുന്നു സുലൈമാൻ. AD 850 സ്വന്തം യാത്രാനുഭവങ്ങൾ അടങ്ങിയ ഗ്രന്ഥം അദ്ദേഹം രചിക്കുകയുണ്ടായി. പേർഷ്യൻ ഉപദ്വീപിൽ നിന്ന് പായ്ക്കപ്പലിൽ പലതവണ ഇന്ത്യയിലേക്കും ചൈനയിലേക്കും യാത്ര ചെയ്ത സാഹസിക സഞ്ചാരി ആയിരുന്നു ട്ടോ സുലൈമാൻ എന്ന കച്ചവടക്കാരൻ. അപ്പോ ഇബ്നു ബത്തൂത്തയോ? 1304 മൊറോക്കോയിൽ ജനിച്ച ഇബ്നു ബത്തൂത്തയുടെ ചെറുപ്പം മുതലേയുള്ള ആഗ്രഹമായിരുന്നു ലോകം ചുറ്റിക്കറങ്ങുക എന്നത്. അത് കൊള്ളാലോ മാലാഖേ. അങ്ങനെ 21-ാം വയസ്സിൽ ഇബ്നു ബത്തൂത്ത ആരംഭിച്ച യാത്രകൾ 30 വർഷത്തോളം നീണ്ടു. ഇന്നത്തേതുപോലെയുള്ള വിമാനങ്ങളും യാത്രാക്കപ്പലുകളുമൊന്നും ഇല്ലാതിരുന്ന അക്കാലത്ത് 30 വർഷം കൊണ്ട് ഇബ്നു ബത്തൂത്ത സഞ്ചരിച്ചത് ഏതാണ്ട് 1.25 ലക്ഷം കിലോമീറ്റർ അന്നമോളെ. എന്റെ അമ്മേ. ദുർഘടമായ പാതകളെയും കഠിനമായ രോഗങ്ങളെയും അതിജീവിച്ചായിരുന്നു ബത്തൂത്ത ലോകസഞ്ചാരം നടത്തിയത്. ജന്മനാടായ മൊറോക്കയിൽ തിരിച്ചെത്തിയ ബത്തൂത്ത പിന്നീട് ഗ്രന്ഥം എഴുതി. അങ്ങനെ 14-ാം നൂറ്റാണ്ടിലെ പല രാജ്യങ്ങളിലെയും സാംസ്കാരികവും സാമൂഹികപരവുമായ ജീവിതം വിശദമാക്കുന്ന ഒരു ഗ്രന്ഥം ലോകത്തിന് ലഭിച്ചു. വാസ്കോഡ് ഗാമയുടെ പിൻഗാമിയായി കേരളത്തിലെത്തിയ കബ്രാൾ എന്തൊക്കെയാണ് ചെയ്തത്? 1500 ഓഗസ്റ്റ് 30-നാണ് വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായ പോർച്ചുഗീസ് കപ്പിത്താൻ പെഡ്രോ അൽവാരസ് കബ്രാൾ കോഴിക്കോട് എത്തിച്ചേർന്നത്. സാമൂതിരിയുമായി കൂടിക്കാഴ്ച നടത്തിയ കബ്രാൾ കുരുമുളക് വ്യാപാരത്തിന്റെ കുത്തക പൂർണ്ണമായും തങ്ങൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നിട്ടോ? സാമൂതിരി അതങ്ങ് സമ്മതിച്ചു കൊടുക്കുമോ? പകരം ഒരു പണ്ടകശാല അഥവാ ഗോഡൌൺ പണിയാനുള്ള അനുമതി അവർക്ക് നൽകി. വൈകാതെ പോർച്ചുഗീസ് അവരുടെ തനിനിറം പുറത്തെടുത്തു. കോഴിക്കോടുള്ള അറബി കച്ചവടക്കാരുമായി അവർ ഏറ്റുമുട്ടി. കൂടാതെ കോഴിക്കോട് പട്ടണത്തിന് നേരെ യുദ്ധം നടത്തുകയും ചെയ്തു. കോഴിക്കോട്ടെ സാമൂതിരിയുമായി കൊച്ചി രാജാവ് ശത്രുതയിലാണെന്ന് മനസ്സിലാക്കിയ കബ്രാൾ നേരെ കൊച്ചിയിലേക്ക് പോയി. കബ്രാളിന്റെ നിബന്ധനകളെല്ലാം അംഗീകരിച്ച കൊച്ചി രാജാവ് പോർച്ചുഗീസുകാർക്ക് കച്ചവടത്തിനുള്ള സകല സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. കൊച്ചി രാജ്യത്തിലും കബ്രാൾ തനിനിറം കാട്ടിയോ മാലാഖേ? അതിനു മുമ്പ് 1501 ജനുവരി മാസം കോഴിക്കോട് നിന്ന് വലിയൊരു കപ്പൽ പട കബ്രാളിനെ ആക്രമിക്കാനെത്തി. ഭയന്നുപോയ കബ്രാള് സംഘവും കണ്ണൂരിലേക്ക് രക്ഷപ്പെട്ടു. എന്നിട്ടോ? കണ്ണൂരിലെ ചിറക്കര രാജാവും കബ്രാളിനെ നന്നായി സ്വീകരിച്ചു. അവിടെ നിന്നും ധാരാളം ചരക്കുകൾ കബ്രാളിന് ലഭിച്ചു. അങ്ങനെ 1503 കുരുമുളക് നിറച്ച കപ്പലുകളുമായി കബ്രാൾ പോർച്ചുഗലിൽ മടങ്ങിയെത്തി. ഈ കബ്രാൾ ആൾ കൊള്ളാമല്ലോ മാലാഖേ. ഇങ്ങനെ എത്രയെത്ര സഞ്ചാരികൾ കേരളത്തിലെത്തി നമ്മളെ പറ്റിച്ച് നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളെല്ലാം അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ മാലാഖേ. എങ്കിൽ വേഗം അന്നമോൾ മമ്മിയുടെയും പപ്പയുടെയും അടുത്തേക്ക് പോയിക്കോട്ടോ. ബായ് മാലാഖേ. ബായ് അന്നമോളെ. കൂട്ടുകാരെ, അന്നമോൾക്ക് എന്തൊരു സംശയങ്ങളാ. പക്ഷേ അന്നമോള് കാരണം കുറെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നില്ലേ? കൂട്ടുകാരെ, എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ശക്തി ഒളിച്ചിരിപ്പുണ്ട്. ആ ശക്തി നാം സ്വയം തിരിച്ചറിയണം. അങ്ങനെ സ്വയം തിരിച്ചറിഞ്ഞ ഒരു ഒട്ടകത്തിന്റെ കഥ കേട്ടാലോ? കഥയുടെ പേര് ഒട്ടകവും കുറുക്കനും.
സർക്കസുകാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട ഒരൊട്ടകമാണിത്. സർക്കസുകാരുടെ പലതരം അഭ്യാസങ്ങൾ ചെയ്യാൻ മിടുക്കനായിരുന്നു ആ ഒട്ടകം. പക്ഷേ ഒരിക്കൽ സർക്കസിലെ ജീവിതം മടുത്ത് അവൻ അടുത്തുള്ളൊരു കുഞ്ഞു കാട്ടിലേക്ക് ഓടിപ്പോയി. സിംഹവും കടുവയും ഒന്നുമില്ലാത്ത ഒരു കൊച്ചു കാടായിരുന്നു അത്. അമ്പരന്ന് നിൽക്കുന്ന ആ ഒട്ടകത്തിന്റെ അടുത്തേക്ക് ഒരു കുറുക്കൻ വന്ന് ചോദിച്ചു, നീ ആരാ? അപ്പോൾ ഒട്ടകം പറഞ്ഞു, നാട്ടിലെ സർക്കസുകാരുടെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെട്ട ഒരൊട്ടകമാ ഞാൻ. നീ ആരാ? കുറുക്കന് മനസ്സിലായി ഈ ഒട്ടകത്തിന് കാടിന്റെ കാര്യം വലിയ പിടിപാടില്ലെന്ന്. അങ്ങനെ ഇവന്റെ മുന്നിൽ എങ്ങനെയെങ്കിലും ഒരു കേമനാകണം. കുറുക്കൻ പറഞ്ഞു, ഞാൻ ഈ കാട്ടിലെ രാജാവാ. നിന്നെ കണ്ടതെന്തായാലും നന്നായി. ഇന്നു മുതൽ നീ എൻ്റെ വാഹനമായിക്കോ എന്ന് പറഞ്ഞു. ഒട്ടകം തലയാട്ടി സമ്മതിച്ചു. അത് കഴിഞ്ഞ് ഒട്ടകം കുറുക്കനെ മുതുകിലേറ്റി നടക്കാൻ തുടങ്ങി. കുറെ നേരം കഴിഞ്ഞപ്പോൾ ചില കുഞ്ഞു മൃഗങ്ങൾ ഒട്ടകത്തെ കണ്ട് പേടിച്ചോടാൻ തുടങ്ങി. അവർ വല്ല അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടുന്നതാണ് എന്ന് വിചാരിച്ച് ഒട്ടകവും ഓടാൻ തുടങ്ങി. ഒട്ടകത്തിന്റെ ഓട്ടമല്ലേ, ഒരു അപ്രതീക്ഷിത കുലുക്കത്തിൽ കുറുക്കൻ നിലത്ത് വീണു. കൈകാലുകൾ ഒടിഞ്ഞ് അയ്യോ എന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ ഒട്ടകത്തിന് മനസ്സിലായി, രാജാവെന്ന് പറഞ്ഞ് എൻ്റെ മുതുകിലിരുന്ന ആ വിദ്വാൻ വലിയ ശക്തനൊന്നുമല്ല. പിന്നെ ആരെ കണ്ടിട്ടായിരിക്കും അവർ ഓടിയത്? തന്നെ കണ്ടിട്ടാണ്. വൈകാതെ ആ കൊച്ചുകാടിന്റെ ഭരണം ഒട്ടകം ഏറ്റെടുത്തു. സ്വന്തം ശക്തി സ്വയം തിരിച്ചറിയാതിരുന്നാൽ മറ്റുള്ളവരെ മുതുകിലേറ്റേണ്ടി വരുമെന്ന പാഠവും ഒട്ടകം പഠിച്ചു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് തിരിച്ചറിയാനാവുന്നത്? നമ്മുടെ സ്വന്തം ശക്തി തിരിച്ചറിഞ്ഞാലേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ. കൂട്ടുകാരെ, കളിമുറ്റത്തിൽ ഇന്ന് ആരുടെ പടമായിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവുക? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതുപോലെ പടങ്ങൾ വരയ്ക്കാനും കഥകൾ പറയാനും പാട്ടുപാടാനും ഡാൻസ് കളിക്കാനും കഴിവുകളുണ്ടെങ്കിൽ തീർച്ചയായും കളിമുറ്റത്തിൽ പങ്കെടുക്കാം. അതിനായി ഞങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimutamgtv24@gmail.com. ഫോൺ 8606460033. കൂട്ടുകാരെ, ഇന്നത്തെ കളിമുറ്റത്തിന്റെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇന്നത്തെ ബൈബിൾ വചനം നിങ്ങൾ കാണാതെ പഠിക്കണേ. എങ്കിൽ അടുത്ത ആഴ്ച ഇതിന് നല്ലൊരു എപ്പിസോഡുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ.